വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ ജെ എസ് ഫിഡിൽ ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു ഫിഡിൽ ഫയൽ ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ലോഗിൻ ചെയ്ത് സേവ് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ കോഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വെബ്സൈറ്റ് ആണ് CodePen.io. അതിൽ CodePen.io/pen എന്ന് പറഞ്ഞ URL പോയി കഴിഞ്ഞാൽ ഇതേപോലെ HTML കോഡ് ചെയ്യാനുള്ള, CSS ചെയ്യാനുള്ള, ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ടാവും. പിന്നെ താഴെ കൺസോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കൺസോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസോൾ ഓപ്ഷൻ വരും. അപ്പോൾ കൺസോൾ കാണാൻ പറ്റുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ ഒരു CodePen ഉപയോഗിക്കാം. നമ്മൾ ഈഫ് കണ്ടീഷനും എൽസും എൽസീഫ് ഒക്കെ പഠിച്ചതാണല്ലോ. എന്താണ് ഈഫ് കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും ഒരു നമ്പർ 10 ഉണ്ട്, അത് നമ്പർ 10 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി നമ്പർ ഈസ് പോസിറ്റീവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള ആണ് ഈഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എൽസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന എൽസും, ഇനി വേറെ എക്സ്ട്രാ കണ്ടീഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൽസ് ഈഫ് കണ്ടീഷൻ ഒക്കെ കൊടുക്കും. എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിന്റെയും എന്താണ് ആ ഒരു അപ്പുറത്തുള്ള ഓപ്പറേറ്ററിന്റെ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ അതിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതായത് ഈ ഒരു നമ്പറിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഇതൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ എന്നുള്ളത്. ഇനി വേറൊരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഗ്രേറ്റർ ദാൻ ഉണ്ട്, എൽസീഫിൽ നമ്പർ ലെസ് ദാൻ ഉണ്ട്. അപ്പൊ രണ്ട് കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്തു. ഇനി വേറൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എൽസ് കൂടെ ഇടാം. അത് അല്ലെങ്കിൽ എന്നുള്ളത്, ഗ്രേറ്റർ ദാന് ലെസ് ദാന് അത് അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ ആ കമ്പാരിസൺ ഓപ്പറേറ്ററിൽ അതായത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ ലെസ് ദാൻ ഉപയോഗിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈക്വൽ ടു. ഈക്വൽ ടു ആണോ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുണ്ട്. ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കാം. ഇപ്പോ നമ്പർ ഡബിൾ ഈക്വൽ ടു 0, ട്രിപ്പിൾ ഈക്വൽ ടു സെയിം തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ഇവിടെ ഡബിൾ ഈക്വൽ ടു 0 ഇങ്ങനെ കോഡ്സ് ഇട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒന്ന് കൺസോൾ ക്ലിയർ ചെയ്യാം. ക്ലിയർ. അപ്പൊ സംതിങ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്പർ ഈക്വൽ ടു 0 ആണെന്ന്. ഇവിടെ നമ്മൾ നമ്പറിന്റെ 0 ആണ് കൊടുത്തത്, പക്ഷെ ഇവിടെ സ്ട്രിങ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അത് വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാലോ ആ കൺസോൾ വരില്ല, കാരണം എൽസിലാകും. ഒരു എൽസ് കൊടുത്തു നോക്കാം. അപ്പൊ അത് എൽസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വന്നത്? ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് സ്ട്രിക്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് അതിന്റെ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യും, വാല്യൂ മാത്രമല്ല ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യുന്നതാണ് ട്രിപ്പിൾ ഈക്വൽ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യാണ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 0യും അതിന്റെ ടൈപ്പ് സ്ട്രിങ്ങും ആണോ എന്ന് നോക്കുകയാണ്. അപ്പൊ സ്ട്രിങ് അല്ല, അപ്പൊ അത് നമ്പർ ആണ്, അപ്പൊ അത് വരയ്ക്കാമല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഒരു കൺസോളിൽ കയറും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ട്രിപ്പിൾ ഈക്വൽ ടു തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോട്ട് ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ക്ലമേഷൻ സിമ്പിൾ ഈക്വൽ ടു, അതാണ് നോട്ട് ഈക്വൽ ടു. ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രിക്റ്റ് നോട്ട് ഈക്വാലിറ്റി ആണെങ്കിൽ ഇങ്ങനെ, അതായത് ഒരു നോട്ട് സിമ്പിളും രണ്ട് ഡബിളും ട്രിപ്പിൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയും. ഈ ഒരു സിമ്പിളും ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏതൊരു ഇഫ് കണ്ടീഷൻ ആണെങ്കിൽ അതിൽ നമുക്ക് ഒന്നിലധികം കണ്ടീഷൻ ഉപയോഗിക്കാം. അതായത് ലെറ്റ് നം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ലെറ്റ്, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ തരാം, കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ നമുക്ക് നമ്പർ 15 ഉണ്ട്. അവിടെ ചെക്ക് ചെയ്യാണ് ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0യോ അല്ലെങ്കിൽ 0നേക്കാൾ വലുതോ ആണെങ്കിൽ, ആൻഡ് അതേപോലെ തന്നെ നമ്പർ 100നേക്കാൾ ചെറുതോ ഈക്വലോ ആണെങ്കിൽ, അതായത് 0ന്റെ 100ന്റെ ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ, കൺസോൾ ഓഫ് നമ്പർ ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 100 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷനും ഈക്വൽ ആവണം. ഇത് കണ്ടീഷൻ വർക്ക്ഔട്ട് ആയിട്ട് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോ 15 എന്ന് പറയുന്നത് 0നേക്കാൾ വലുതാണ് അല്ലെ. അപ്പോ
ട്രൂ ആയിരിക്കും. ട്രൂ ആൻഡ് ഇതും ട്രൂ ആണ്. ട്രൂ. അങ്ങനെ രണ്ട് ട്രൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വർക്ക് ആവുള്ളൂ. ഇനി അടുത്തത്, അപ്പൊ ഇതേപോലെ തന്നെ ആൻഡ് പറഞ്ഞല്ലേ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓർ ആണ്. ആൻഡ് എന്ന് പറയും, ഇതിന് ആൻഡ് എന്ന് പറയും. ഇനി അതേപോലെ ഓർ കണ്ടീഷൻ. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്. ഈസ് അഡ്മിൻ ആണ് ട്രൂ, ഈസ് ലോഗ്ഡ് ഇൻ ട്രൂ ആണ്, അതും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാണ്, ഈസ് അഡ്മിൻ ഓർ ഈസ് ലോഗ്ഡ് ഇൻ ആക്സസ് ഗ്രാൻഡ്. ഒന്നെങ്കിൽ അഡ്മിൻ ആയിരിക്കണം അല്ലെങ്കിൽ ലോഗ്ഡ് ഇൻ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറും. ആദ്യത്തെ വർക്ക് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയില്ല. ഇവിടെ എത്രത്തോളം നമ്മൾ ആൻഡ് കണ്ടീഷൻ കൊടുക്കുന്ന എല്ലാം വർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ, എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഒരു കണ്ടീഷന്റെ ഉള്ളിൽ കയറുള്ളൂ. അപ്പോൾ ഓർ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറും. ആൻഡ് ഉപയോഗിക്കുന്നത് എല്ലാ കണ്ടീഷനും ട്രൂ ആയിരിക്കണം. ഇനി നമുക്ക് നോട്ട്, ലോജിക്കൽ നോട്ട്, ഇത് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നതിന്, ഇതിന് ലോജിക്കൽ ഓർ. ഇനി ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ഒരു വാല്യൂവിന്റെ ഓപ്പോസിറ്റ്, അത് ഈസ് ലോഗ്ഡ് ഔട്ട് ഫോൾസ് എന്നാണ്. അപ്പോൾ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ട് ഈസ് ലോഗ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ ആയിരിക്കും. ഇനി ഇവിടെ ട്രൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫോൾസ് ആയിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈസ് ലോഗ്ഡ് ഔട്ട് നമുക്ക് എന്താണ്, നേരെ തിരിച്ചുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വേരിയബിൾ ട്രൂ ആണോ അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. ഈസ് ലോഗ്ഡ് ഔട്ട് ആണെങ്കിൽ യൂസർ ഈസ് ലോഗ്ഡ് ഔട്ട് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അവിടെ നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.